പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അതാരായിരിക്കും? അത് ഞാൻ പറയില്ല. അത് അദ്ദേഹം പറയില്ല. അദ്ദേഹം എന്നല്ല, ചിലപ്പോൾ ചില ആളുകൾ പറഞ്ഞേക്കും അല്ലേ, രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ ഉള്ളവർ പറഞ്ഞേക്കും. ശരിക്കും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഉറപ്പായും തോക്കണം അല്ലെങ്കിൽ ഉറപ്പായും ജയിക്കണം എന്ന് കരുതുന്ന സ്ഥാനാർത്ഥികൾ കാണും എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു പോളൊക്കെ എടുക്കാം. ആ ചേട്ടൻ പറഞ്ഞത് കഴക്കൂട്ടത്ത് മാറ്റത്തിന് സാധ്യതയില്ല എന്നാണ്. അതായത് കടകംപള്ളി അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. രണ്ടാമത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അമ്പലപ്പുഴയിൽ ജി സുധാകരൻ. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ 2-3 പേരുകളിൽ ഒരാൾ ജി സുധാകരൻ തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ പറ്റിയും എന്തായാലും ആ പ്രേക്ഷകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അദ്ദേഹം സഹകരണ വകുപ്പൊക്കെ കൈകാര്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അഴിമതി രഹിത പ്രതിച്ഛായ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആളുകൾക്ക് ഇപ്പോഴും ജി സുധാകരന് വലിയ കാര്യമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് കോട്ടയൊക്കെ ആയ അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ജയിച്ച് കയറുമോ എന്നുള്ളത് നമുക്ക് ഉടനെ തന്നെ അറിയാം.